വീടുകളും പണിശാലകളും നിരനിരയായി കൽപ്പവൃക്ഷങ്ങൾ നിറയും നാട് കടത്തനാട്. കടത്തനാട് കടത്തനാട് കടത്തനാട്. കേളി കേട്ട കടലികളും കുളിരരുവികളും വൻപുഴകളും ഉണ്ടിവിടെ. കേളി കേട്ട കളരികളും കുളിരരുവികളും വൻപുഴകളും ഒന്നായി ചേരുന്നൊരു നാടാണ് കടത്തനാട്. ജാതിഭേദമില്ലിവിടെ, മതദേശമില്ലിവിടെ, സത്യസമത്വ സ്വാതന്ത്ര്യത്തിൻ അമൃതതോറും കടത്തനാട്. നമസ്കാരം. കടത്തനാട് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ. പ്രധാന വാർത്തകൾ. വടകരയിൽ SFI മാർച്ചിൽ സംഘർഷം. വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ പാസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർച്ചാണ് അക്രമാസക്തമായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള വടകര സപ്ലൈകോ സമരം തുടരുന്നു. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാനത്തെ മുഴുവൻ KSEB ഓഫീസുകളും സ്തംഭിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വടകരയിൽ SFI മാർച്ചിൽ സംഘർഷം. വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ പാസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർച്ചാണ് അക്രമാസക്തമായത്. വടകരയിൽ വിദ്യാർത്ഥികൾക്ക് പാസ് നൽകുന്നതിൽ അധികൃതർ കാലതാമസമുണ്ടാക്കുന്നുവെന്നാരോപിച്ചാണ് SFI പ്രവർത്തകർ പ്രകടനം നടത്തിയത്. പ്രകടനം പോലീസ് RTO ഓഫീസ് പരിസരത്ത് തടയുന്നതിനിടയിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ വടകര CI സജു എബ്രഹാമിന് പരിക്കേറ്റു. 2 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റവാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാർച്ച് ഡിവൈഎഫ്ഐ നേതാവ് CM ഷാജി ഉദ്ഘാടനം ചെയ്തു. ബിനൂപ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ അജയ് ശശിധരൻ, PS അർജുൻ, മുഹമ്മദ്, മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. കടത്തനാട് ന്യൂസ്, വടകര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വടകര സപ്ലൈകോ സമരം തുടരുന്നു. ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിക്കുക, പെൻഷൻ പ്രൊമോഷൻ പോളിസികൾ നടപ്പിലാക്കുക, താൽക്കാലിക ജീവനക്കാരുടെ വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ജീവനക്കാർ പ്രകടനവും ധർണയും നടത്തി. സമരം INTUC ദേശീയ കൌൺസിൽ അംഗം മടപ്പള്ളി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ന്യായമായി ലഭിക്കേണ്ട, അർഹതപ്പെട്ടവർക്ക് ന്യായമായി ലഭിക്കേണ്ട പ്രൊമോഷനുകൾ നൽകാതെ ഡെപ്യൂട്ടേഷൻ എന്ന കാടൻ വ്യവസ്ഥ 40 വർഷമായിട്ടും അവസാനിപ്പിക്കാത്ത മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച്, അതുപോലെ തന്നെ ജീവനക്കാർക്ക് പെൻഷനാവുമ്പോൾ ജീവിക്കാൻ ആവശ്യമായ ഒരു പെൻഷൻ നൽകണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ട് K. ശ്രീധരൻ, K. മമ്മു, കോറോത്ത് ശ്രീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. E. രാജീവൻ സ്വാഗതവും സതീശൻ നന്ദിയും പറഞ്ഞു. കടത്തനാട് ന്യൂസ്, വടകര. CPM ഓഫീസിന് നേരെ കല്ലെറിഞ്ഞതിൽ പ്രതിഷേധിച്ച് തിരുവള്ളൂർ പഞ്ചായത്തിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരം. കഴിഞ്ഞ ദിവസം UDF പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. പഞ്ചായത്ത് അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിനു ശേഷം UDF പ്രവർത്തകർ തിരുവള്ളൂർ ടൌണിൽ പ്രകടനം നടത്തി. അതിനിടെ CPM ഓഫീസിന് നേരെ കല്ലേറുണ്ടായതായാണ് CPM ആരോപിക്കുന്നത്. തുടർന്ന് രാത്രി ഇരുവിഭാഗം പ്രവർത്തകരും സംഘടിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. CPM ഓഫീസിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. തിരുവള്ളൂരിൽ ഹർത്താൽ സമാധാനപരമായിരുന്നു. UDF പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. ASP യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള കനത്ത പോലീസ് സംഘം കാവലുണ്ടായിരുന്നു. ഹർത്താലിനെതിരെ DYFI പ്രവർത്തകർ ചെമ്മരത്തൂരിൽ പ്രകടനം നടത്തി.
25ഓളം പ്രവർത്തകരാണ് നേതൃത്വത്തിനെതിരെ പ്രകടനം നടത്തിയത്. കടത്തനാട് ന്യൂസ്, വടകര. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാനത്തെ മുഴുവൻ കെഎസ്ഇബി ഓഫീസുകളും സ്തംഭിപ്പിച്ചു. പുലർച്ചെ ആരംഭിച്ച ഉപരോധ സമരം പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു മാറ്റിയതോടെയാണ് അവസാനിച്ചത്. വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംസ്ഥാനത്തെ മുഴുവൻ കെഎസ്ഇബി ഓഫീസുകൾക്ക് മുമ്പിലും ഉപരോധ സമരം നടത്തി. രാവിലെ 8 മണി മുതൽ തന്നെ കെഎസ്ഇബി ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചത്. കുറ്റ്യാടിയിൽ നടന്ന സമരം കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. കക്കട്ടിൽ നടന്ന സമരം CK നാണു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൊട്ടിൽപ്പാലത്ത് നടന്ന സമരം PC ഷൈജു ഉദ്ഘാടനം ചെയ്തു. ഈ 3 വർഷത്തിന്റെ കാലയളവിൽ 3 തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഭാവനാപൂർണമായി വൈദ്യുതി മേഖലക്കകത്ത് ഇടപെടാത്തതിന്റെ ഭാഗമായി കേരളം സമ്പൂർണമായും ഇരുട്ടിലേക്ക് നടന്നു നീങ്ങുകയാണ്. വൈദ്യുത നിരക്ക് വർധനവിനെതിരെ സമരം ശക്തമാക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയും അഖിലേന്ത്യാ കമ്മിറ്റിയും ഒക്കെ ഞങ്ങൾക്കുണ്ട്. അവർ നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ കേരളത്തിന്റെ തെരുവോരങ്ങൾ അതിശക്തമായിട്ടുള്ള ഒരൊറ്റ മന്ത്രിമാർ പോലും ഒറ്റ ഉദ്യോഗസ്ഥന്മാർ പോലും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് അതിശക്തമായിട്ടുള്ള സമര പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ് നേതൃത്വം കൊടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള സമരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രദേശത്ത് ഈ നാട്ടിലുള്ള ആളുകൾ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് വരും നാളുകളിൽ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കെഎസ്ഇബിയെ തകർക്കുന്ന നീക്കമാണ് UDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗം P മോഹനൻ പറഞ്ഞു. വെലങ്ങാട് ജലവൈദ്യുത പദ്ധതി ഇപ്പം പൂർത്തീകരിച്ച് അതിൽ നിന്ന് 7.5 മെഗാവാട്ട് വൈദ്യുതി 5 ലക്ഷം രൂപക്കുള്ള വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. പക്ഷേ അവിടെ 5 ലക്ഷം രൂപക്കുള്ള വൈദ്യുതി ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ 7 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഈ ഗവൺമെന്റ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാതെ മാറ്റപ്പെടുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് അത് വേണ്ട രൂപത്തിൽ പരിഗണിക്കപ്പെടാതെ ഇപ്പം അത് ഉദ്യോഗസ്ഥന്മാരാണ് അത് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പം 5 ലക്ഷം രൂപയുടെ വൈദ്യുതി 7.5 മെഗാവാട്ട് വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഗവൺമെന്റിന്റെ മുഖം. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇവരൊക്കെ ചെയ്യുന്ന ഒരു സമീപനത്തിന്റെ ഭാഗമായി നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി ഒക്കെ ഇത്. കടത്തനാട് ന്യൂസ്, കുറ്റ്യാടി. ഡിവൈഎഫ്ഐ നാദാപുരം ബ്ലോക്ക് കമ്മിറ്റി കല്ലാച്ചി ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നിങ്ങൾക്കെതിരാണ് സമരം. വൈദ്യുതി മന്ത്രി ആരാണോ അത് ഭരിക്കാനായി പോകൂ തമ്മാടി. കൊള്ളയടിച്ചും കട്ടുമുടിച്ചും എന്നാൽ ഇന്ന് എല്ലാം ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ ലാഭം ഉണ്ടാക്കുകയാണല്ലോ കേരളത്തിലെ ഭരണാധികാരികൾ ഏത് രംഗത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ നമ്മൾ കാര്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാർ തന്നെ 2 ഗ്രൂപ്പായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഇരുട്ടടി നമുക്കെല്ലാം തന്നെ തലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബില്ല് കിട്ടി നോക്കുമ്പോൾ ഓരോരുത്തരും കയ്യിൽ കിട്ടി നോക്കുമ്പോൾ നേരത്തെ ഇടവേള. Traditionally trusted for 150 years, world's first ISO BIS certification for quality. Bobby Cheminor International Groups, Bobby and Maradona, Gold Diamond Jewelry. വസ്ത്രവിപണന രംഗത്ത് 3 പതിറ്റാണ്ടിലേറെ സേവന പാരമ്പര്യവുമായി രൂപിണി വെഡ്ഡിംഗ്സ്, കല്ലാച്ചി, തൊട്ടിൽപ്പാലം. വിവാഹ സാരികൾ, ഡിസൈനർ സാരികൾ, ചുരിദാർ മെറ്റീരിയൽ, കിഡ്സ് റെഡിമെയ്ഡ്സ്, ജെന്റ്സ് റെഡിമെയ്ഡ്സ് എല്ലാം മികച്ച ഗുണനിലവാരത്തോടൊപ്പം മിതമായ വിലയിൽ സ്വന്തമാക്കാം. ഇന്ത്യയിലെ വിവിധ വസ്ത്രമില്ലുകളിൽ നിന്നും ഇടനിലക്കാരില്ലാതെ തുണിത്തരങ്ങൾ രൂപിണിയിലേക്ക് നേരിട്ടെത്തിച്ച് നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഞങ്ങൾ നൽകുന്നു. ഏറ്റവും മികച്ചത്, ഏറ്റവും കുറഞ്ഞ വിലയിൽ രൂപിണി വെഡ്ഡിംഗ്സ്, കല്ലാച്ചി, തൊട്ടിൽപ്പാലം. ബിസ്മി സിൽക്ക് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിന് പിൻവശം, നാദാപുരം.
വിസ്മയിപ്പിക്കുന്ന വസ്ത്രശേഖരങ്ങളുടെ കലവറ ബിസ്മി സിൽക്ക് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്. വിവാഹ സാരികൾ, ഡിസൈനർ സാരികൾ, ലേഡീസ് റെഡിമെയ്ഡ്സ്, ജെന്റ്സ് റെഡിമെയ്ഡ്സ്, കിഡ്സ് റെഡിമെയ്ഡ്സ്, ഷർട്ടിംഗ് സൂട്ടിംഗ് ഡ്രസ് മെറ്റീരിയൽസ്, ബ്രാൻഡഡ് കോട്ടൺ മുണ്ടുകൾ എല്ലാം ബിസ്മിയിൽ നിന്നും ഇഷ്ടാനുസരണം സ്വന്തമാക്കാം. 3 നിലകളിലായി സജ്ജീകരിച്ച വസ്ത്രവിസ്മയങ്ങളുമായി നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുതയേകാൻ ബിസ്മി. വിപുലമായ സെലക്ഷൻ, ഏറ്റവും കുറഞ്ഞ വില, ഹൃദ്യമായ സേവനം. ബിസ്മി സിൽക്ക് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്. വളർച്ചയുടെ പടവുകളിൽ നിങ്ങൾ തന്ന സ്നേഹ സഹകരണങ്ങൾക്ക് നന്ദി. നാദാപുരത്തിന്റെ മനസ്സറിഞ്ഞ വസ്ത്രശേഖരം ബിസ്മി സിൽക്ക് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്. ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിന് പിൻവശം, നാദാപുരം. വാർത്തകൾ തുടരുന്നു. വടകര പഴയ സ്റ്റാൻഡിൽ ഓട്ടോ ട്രാക്കിംഗ് സംബന്ധമായ വിഷയത്തിൽ ട്രാഫിക് പോലീസും ഡ്രൈവർമാരും തമ്മിൽ തർക്കം. വടകര പഴയ സ്റ്റാൻഡിന് മുൻവശത്തുള്ള ഓട്ടോ ബേയിൽ നിന്നും പുതിയ സ്റ്റാൻഡ് കരിമ്പനപ്പാലം ഭാഗത്തേക്ക് പോകുന്ന ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡിന് മുൻവശത്തു നിന്ന് വളക്കാതെ 5 വിളക്കിന് സമീപം പോയി വളക്കണമെന്ന ട്രാഫിക് പോലീസിന്റെ പരിഷ്കാരമാണ് ഡ്രൈവർമാരും പോലീസും തമ്മിൽ പ്രശ്നത്തിനിടയാക്കിയത്. നിലവിൽ വടകര പഴയ സ്റ്റാൻഡ് ഭാഗത്തെ ഗതാഗതക്കുരുക്ക് കൂട്ടാനേ പുതിയ നിർദ്ദേശം സഹായിക്കൂ എന്ന് ഡ്രൈവർമാർ പറഞ്ഞു. ഈ പഴങ്കാവ് ഭാഗത്തേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ കോടതിന്റെ ഭാഗത്തിന് മീൻ മാർക്കറ്റിന്റെ മേലെ ആർട്ടിഫിഷ്യൽ യഥാഷ്ടം വണ്ടികൾ പാർക്ക് ചെയ്യുക. അവിടെ നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡ് വെച്ചതിന് വീട്ടിലാണ് ഇഷ്ടംപോലെ പ്രൈവറ്റ് വണ്ടികൾ നിർത്തിയിരുന്നത്. അതുപോലെ തന്നെയാണ് കോടതി മുൻവശം, കുമാർ ജ്വല്ലറിന്റെ മുൻവശം. അവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട് ടാക്സി സ്റ്റാൻഡിന് എഴുതിച്ച ആ ബോർഡ് ചോട്ടിൽ യഥാഷ്ടം നിർത്തിയിട്ടിരുന്നത് പ്രൈവറ്റ് വണ്ടികളാണ്. ഏറെ നേരം തുടർന്ന തർക്കത്തിനൊടുവിൽ ട്രാഫിക് എസ്ഐ സ്ഥലത്തെത്തി പഴയതുപോലെ ഓട്ടോകൾക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞതോടെ പ്രശ്നം ഒത്തുതീരുകയായിരുന്നു. കടത്തനാട് ന്യൂസ്, വടകര. കോഴിക്കോട് ജില്ലാ ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനയും തിമിരനിർണയ ക്യാമ്പും നടത്തി. കോഴിക്കോട് ജില്ലാ ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘം, ജില്ലാ KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ, കോഴിക്കോട് അൽസലാമ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നേത്രനിർണയ ക്യാമ്പും തിമിര നിർണയ ക്യാമ്പും നടത്തിയത്. ജീവനക്കാരും അതുമാതിരി KSEBയിൽ നിന്ന് പെൻഷനായ പെൻഷനേഴ്സും അത് കുടുംബാംഗങ്ങളും ആണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഏകദേശം 500 ആളുകളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയും അതിനാവശ്യമായ പിന്നീട് ഉണ്ടാകുന്ന ഓപ്പറേഷൻ മുതലായ കാര്യങ്ങളൊക്കെ ഈ അൽസലാമ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി നടത്തുന്നതാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ക്യാമ്പ് നടത്തുന്നുണ്ട്. വടകര സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുധാദേവിയുടെ കണ്ണു പരിശോധിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ആഗസ്റ്റ് 22-ന് നാദാപുരം കല്ലാച്ചി ചെത്ത് തൊഴിലാളി മന്ദിരത്തിൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. കടത്തനാട് ന്യൂസ്, വടകര. CPM വടകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷ്ണപിള്ള ദിനത്തിൽ പൊതുയോഗം നടത്തി. വടകര കോട്ടപ്പറമ്പിൽ നടന്ന P. കൃഷ്ണപിള്ള ദിനാചരണ ചടങ്ങിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VV ദക്ഷിണാമൂർത്തി, TK ഹംസ എന്നിവർ സംസാരിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞ അതേമായി അവിടെ തന്നെ കുത്തണം, അല്ലെങ്കിൽ കാണിച്ചു തരാം. ആ ഇരുത്തായിരിക്കുക. അങ്ങനെ ഇരുന്നാൽ മുതലാളിന്റെ പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടി ജയിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? അവിടെയാണ് 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചു എന്ന് പറയുന്നത്. അത്ഭുതം ഇന്ന് അത്ര മനസ്സിലാവില്ലേ പുതിയ തലമുറയ്ക്ക്. യോഗത്തിൽ M. കേളപ്പൻ, C. ഭാസ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കടത്തനാട് ന്യൂസ്, വടകര. അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 70ാം ജന്മദിനം വടകരയിൽ കൊണ്ടാടി. കോൺഗ്രസ് വടകര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 5 വിളക്ക് ഗാന്ധി പ്രതിമയ്ക്കു സമീപം പുഷ്പാർച്ചനയും പ്രതിജ്ഞയും നടത്തി. CV അജിത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. T. കേളു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂടാടി അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് E. നാരായണൻ നായർ, പുറന്തോടത്ത് സുകുമാരൻ, KP കരുണൻ, T. അശോകൻ, CH വിജയൻ, നല്ലാടത്ത് രാഘവൻ, കൂമുള്ളി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശ്രീ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഗവൺമെന്റ്, കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ കാലഘട്ടത്തിലാണ് തീവ്രവാദം ഈ രാജ്യത്ത് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. രാജീവ് ഗാന്ധിക്കെതിരായി ഇത്തരം നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടി, രാജീവ് ഗാന്ധിയെ തകർക്കുന്നതിന് വേണ്ടി അത്തരം തീവ്രവാദങ്ങൾ വിദേശ ശക്തികളുടെ സഹായത്തോടുകൂടി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കടത്തനാട് ന്യൂസ്, വടകര. SNDP യോഗം കരിമ്പനപ്പാലം ശാഖ നിർമ്മിക്കുന്ന ഗുരുദേവ മന്ദിരം ശിലാസ്ഥാപനം നടന്നു. ഇടവേള.
നമുക്ക് നമ്മുടെ വടകരയിൽ അതെ, നമ്മളെ മോളെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാ. കോഴിക്കോട്ടും എറണാകുളത്തും ഒന്നും കിട്ടാത്ത വീട്ടു സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ, അത് മുന്തിയത് വടകര ലെക്സസ് കിട്ടുമ്പോ നമ്മൾ ഇങ്ങോട്ടല്ലാണ്ട് വേറെ എങ്ങോട്ടാണ്ട് പോവുക? വരി മക്കളെ. കേട്ടാ തോന്നും ഇതൊരു പരസ്യമാണ്. എന്നാ വടകര ലെക്സസ് ഇന്റർനാഷണൽ വന്നാ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞത് സത്യാണെന്ന്. ലെക്സസ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് സമീപം കരിമനപ്പാലം, വടകര. ആതുര സേവന രംഗത്ത് മലബാറിന്റെ യശസ്സുയർത്തിയ മിംസ് ഹോസ്പിറ്റലിന്റെ സാന്നിധ്യം ഇനി നാദാപുരത്തും. മിംസ് ഡയാലിസിസ് സെന്റർ, തലശ്ശേരി റോഡ്, നാദാപുരം. മിംസ് ഹോസ്പിറ്റലിന്റെ ഡയാലിസിസ് ശൃംഖലയുടെ പ്രവർത്തനം നാദാപുരത്തേക്കും വ്യാപിപ്പിക്കുന്നു. ലോകോത്തര നിലവാരമുള്ള ഡയാലിസിസ് സെന്റർ, അത്യാധുനിക ചികിത്സാ ഉപകരണങ്ങൾ, പരിചയ സമ്പന്നരായ നെഫ്രോളജിസ്റ്റുകൾ, വിദഗ്ധരായ പ്രൊഫഷണലുകൾ, മികച്ച ടെക്നീഷ്യന്മാർ, എല്ലാം ഇനി നമുക്ക് തൊട്ടരികിൽ തന്നെ. ദിവസേന 3 ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്നു. മിംസ് ഡയാലിസിസ് സെന്റർ ആശ്വാസപൂർണവും ദുരിതരഹിതവുമായിരിക്കട്ടെ ഇനി വൃക്കരോഗികളുടെ ജീവിതം. മിംസ് ഡയാലിസിസ് സെന്റർ, തലശ്ശേരി റോഡ്, നാദാപുരം. ഫോൺ 09744776077 811399 വാർത്തകൾ തുടരുന്നു. വടകര തായവളപ്പിൽ ശ്രീ ശിവഭഗവതി ക്ഷേത്രത്തിൽ ആഗസ്റ്റ് 22-ന് വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് കുട്ടിച്ചാത്തന്റെ നേർച്ച വെള്ളാട്ട് നടത്തപ്പെടുന്നു. വടകര SGMSP സ്കൂളിൽ നടത്തിയ പാർലമെന്റ് ഇലക്ഷൻ ശ്രദ്ധേയമായി. UP ക്ലാസുകളിലെ 11 ഡിവിഷനുകളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ക്ലാസ് പ്രതിനിധി, പാർലമെന്റ് അംഗം സംവരണം എന്നീ സ്ഥാനങ്ങളിലേക്കാണ് സെലക്ഷൻ നടന്നത്. UP ക്ലാസിലെ 11 ഡിവിഷനുകളിൽ 11 ബൂത്തുകളായി തിരിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. ഇലക്ഷന്റെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയത്. UP തലത്തിൽ നിന്ന് 11 ക്ലാസുകളിൽ 11 ബൂത്തുകളാക്കി തിരിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നടത്തിയത്. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് നടത്തിയ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഓഫീസർമാർ, പ്രിസൈഡിംഗ് ഓഫീസർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. ഹെഡ്മിസ്ട്രസ് വി വസന്ത, അധ്യാപകരായ MM അബ്ദുൾ റഹ്മാൻ, C സിജിൻ, K വിനു എന്നിവർ നേതൃത്വം നൽകി. കടത്തനാട് ന്യൂസ്, വടകര. വടകര SGMSP സ്കൂളിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് കാർഷികോപകരണങ്ങളുടെ പ്രദർശനം നടത്തി. ചോറോട് ബാങ്കിലെ അഴിമതിക്കെതിരെ ജനകീയ കൺവെൻഷൻ നടന്നു. വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ചോറോട് ബാങ്കിലെ അഴിമതി നടത്തിയ ഭരണസമിതി പിരിച്ചുവിടുക, അഴിമതിക്കാരായ ജീവനക്കാരെ ജയിലിലടക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം നടത്തിയത്. സത്യാഗ്രഹം DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. RP നേതാവ് TL സന്തോഷ്, BJP സംസ്ഥാന വക്താവ് VK സജീവൻ, കവുത്തർ അസീസ്, കൂടാളി അശോകൻ, N വേണു, C ബാലൻ, സതീശൻ കുരിയാടി എന്നിവർ പ്രസംഗിച്ചു. കടത്തനാട് ന്യൂസ്, വടകര. നാളികേര ഫെഡറേഷൻ കാവിലുംപാറ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കാവിലുംപാറ നാളികേര ഉൽപാദക ഫെഡറേഷന്റെ സ്പെഷ്യൽ കൺവെൻഷൻ കാവിലുംപാറയിലെ കല്ലുംപുറത്ത് വെച്ച് നടന്നു. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ടെക്നിക്കൽ ഓഫീസർ K മൃദുല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 4 വർഷം കൊണ്ട് നിങ്ങൾ കേര കർഷകർ ശരിക്കും കഷ്ടപ്പെട്ട ഒരു കാലാവധിയായിരുന്നു. ആ സമയങ്ങള് തീരെ കാശില്ലായിരുന്നില്ല. കേര കർഷകർ തെങ്ങൊക്കെ വെട്ടി മാറ്റി റബ്ബറിലേക്ക് പോകുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ 2 വർഷം കൊണ്ട് എന്തായാലും നമുക്ക് കേര കർഷകർക്ക് തല ഉയർത്തി നടക്കാനുള്ള ഒരു സ്ഥിതി ആയിക്കഴിഞ്ഞു. KC ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കുറ്റ്യാടി നാളികേര ഉൽപാദക കമ്പനി ചെയർമാൻ ബാബു മത്തത്ത്, വൈസ് ചെയർമാൻ E ശ്രീധരൻ മാസ്റ്റർ, കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുരേന്ദ്രൻ മാസ്റ്റർ, PT ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. നാളികേര അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിപണന സാധ്യത, ജൈവ കൃഷിരീതി തുടങ്ങിയ വിഷയങ്ങളാണ് സെമിനാർ ചർച്ച ചെയ്തത്. നല്ല പ്രവർത്തനം കാഴ്ചവെച്ച സംഘങ്ങൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. കടത്തനാട് ന്യൂസ്, കുറ്റ്യാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടകരയിൽ SFI മാർച്ചിൽ സംഘർഷം. വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ പാസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർച്ചാണ് അക്രമാസക്തമായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള വടകര സപ്ലൈകോ സമരം തുടരുന്നു. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് DYFI സംസ്ഥാനത്തെ മുഴുവൻ KSEB ഓഫീസുകളും സ്തംഭിപ്പിച്ചു. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.